ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൈലറിങ് അറിയണവർ അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയണത്. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള തയ്യൽ മെഷീൻ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്റ്റിച്ചിങ് വളരെ നീറ്റാക്കാനും സമയം ലാഭിക്കാനൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. വീഡിയോ അവസാനം വരെ കാണണം, കാരണം അവസാനത്തെ ടിപ്പ് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സനാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മെഷർമെൻ്റാണ്. അതായത് നമ്മൾ ഒരു മെറ്റീരിയൽസ് മടക്കി ഇടുമ്പോൾ അതിൽ നമ്മൾ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് അളവെടുക്കും. അതായത് ടേപ്പ് വെച്ചിട്ട് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് നമ്മുടെ അരവണ്ണ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് ആയിക്കോട്ടെ, അപ്പോൾ അത് നമുക്ക് ടോട്ടൽ ഇത്രയും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നമ്മളെല്ലാം കഴുത്താണെങ്കിലും നെക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ടോട്ടൽ വണ്ണം, ടോട്ടൽ ഇറക്കം ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ കസ്റ്റമറിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഒരു വട്ടം കൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അതായത് മാർക്ക് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ 2 വട്ടം ഒന്നും കൂടെ നമ്മൾ നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. അതായത് മെഷർമെൻ്റ് അളവ് എടുക്കുമ്പോൾ നമ്മളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ഷോൾഡർ, ലെങ്ത്ത് തുടങ്ങിയ മെഷർമെൻ്റ് ഇല്ലേ, അതൊക്കെ ഒന്ന് കൃത്യമായി ഒന്നും കൂടെ നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റമറിന് ഡ്രസ്സാണ് മെഷർമെൻറ്റ് തെറ്റിയാൽ പിന്നീട് അവർ എന്താ ചെയ്യുക, അൾട്രേഷൻ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മളത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കട്ടിംഗ് ആണ്. ഫാബ്രിക് മടക്കി കട്ട് ചെയ്യുമ്പോൾ ഫാബ്രിക്കിൻ്റെ ഗ്രെയിൻ, അതായത് വരച്ച വരകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫാബ്രിക് ശരിയായിട്ട് സ്പ്രെഡ് ചെയ്ത്, അതായത് ഗ്രെയിൻ ലൈൻ ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ വരച്ചിട്ടുള്ള വരകളൊക്കെ ശരിയാണോ എന്നുള്ളത് നോക്കുന്നത് നമുക്ക് നന്നായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് തയ്യൽ തുമ്പ്, അതായത് സീം എലവൻസ് എന്നൊക്കെ പറയും, അത് നമ്മൾ പെട്ടെന്ന് ഇടാൻ മറക്കും. അപ്പോൾ അത് ഇടാൻ മറക്കരുത് നമ്മൾ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എടുത്ത മെഷർമെൻറ്റ് തന്നെയാണ് ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യേണ്ടത്. എങ്കിൽ സ്റ്റിച്ച് അലവൻസ് നമ്മൾ കണക്കാക്കാതെ പോയാൽ ഡ്രസ്സ് തയ്ച്ച് കഴിയുമ്പോൾ അത് ടൈറ്റായിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1-2 വട്ടം നമ്മൾ കസ്റ്റമർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 1-2 വട്ടം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മുകളിലെ ത്രെഡ് അതുപോലെ തന്നെ താഴത്തെ ബോബിൻ ത്രെഡ് ഇല്ലേ, അധികം ലൂസാണോ അതുപോലെ തന്നെ അത് ടൈറ്റാണോ എന്ന് നോക്കുക. അതധികം ലൂസാവാനും അധികം ടൈറ്റ് ആവാനും പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാബ്രിക്കിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഒറിജിനൽ ഫാബ്രിക്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തത് നമ്മുടെ നീഡിൽ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നീഡിൽ നമ്മളുടെ കറക്റ്റ് നീഡിലാണോ നമ്മൾ ഇട്ടിട്ടുള്ളത് എന്ന് നോക്കണം. കാരണം നീഡിൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാബ്രിക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ചിങ് നമുക്ക് ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇനിയിപ്പം നമ്മുടെ സൂചി പൊട്ടിപ്പോയിട്ട് നമ്മൾ രണ്ടാമത് ഇടുന്ന ടൈമിലാവും നമുക്ക് നീഡിൽ കറക്റ്റായിട്ട് കറക്റ്റ് അല്ല എന്നുള്ളത് തോന്നുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നീഡിൽ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അടുത്തതാണ് നമ്മുടെ നെക്ക്, അതുപോലെ തന്നെ ഹാം ഹോള്, വേസ്റ്റ് ലൈന്, അതുപോലെ തന്നെ പോക്കറ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ നമ്മൾ മാർക്കിങ് കൃത്യമായി ചെയ്യണം.
അഥവാ മാർക്കിങ് തെറ്റിയാൽ കട്ടിങ് നമുക്ക് എന്ത് ചെയ്യും, കട്ടിങ് തുടങ്ങിയ ഭാഗങ്ങളിൽ മാർക്കിങ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യും. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് മാർക്ക് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് പ്രത്യേകം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ടിപ്പിൽ ചെയ്യേണ്ടത്. അടുത്ത ടിപ്പ് നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ, അത് ഏത് ഫാബ്രിക് ആയിക്കോട്ടെ, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ബോൾ പിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് കുത്തി വെക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു തുണി ഇങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്ന് കുത്തി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ലാസ്റ്റാണ് നമ്മൾ അയൺ ചെയ്യണം. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അയൺ ചെയ്ത് നല്ല പോലെ വൃത്തിയിൽ അയൺ ചെയ്ത് മടക്കി ഒന്നും കൂടെ നല്ലപോലെ നോക്കിയിട്ട് വേണം നമ്മൾ കസ്റ്റമറിന് ഇത് അയച്ചു കൊടുക്കാൻ. അപ്പം അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ ഏത് ടിപ്പാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.